നാട്ടിൽ നിന്ന് ഒരുപാട് സ്വപ്നങ്ങളോടെയൊക്കെ എത്തി യു കെയിലേക്ക് ഒരു വാടക വീട്, ഒരു റെൻ്റൽ ഹൗസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം അല്ലേ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല. ഇവിടുത്തെ പ്രത്യേക നിയമമൊക്കെ അനുസരിച്ച് കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് നമ്മളിപ്പോൾ ഒരു റൂം എന്ന രീതിയിൽ ചിലപ്പോൾ ബെഡ്റൂമിൻ്റെ അളവെല്ലാം നോക്കി അങ്ങനെയൊക്കെ നമുക്കൊരു വീടൊക്കെ വാടകയ്ക്ക് കിട്ടുകയുള്ളൂ. അതും നല്ല റെൻറ്റും ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമുക്കൊക്കെ പെറ്റൊക്കെ ഉണ്ടെങ്കിൽ പെറ്റിനൊക്കെ ചില വീടുകളിൽ നമുക്ക് പെറ്റിന് അലോഡ് ആയിരിക്കില്ല. അങ്ങനെ ഓരോ നിയമങ്ങളാണ്. അപ്പോൾ ഇനി മുതൽ 2026 മെയ് 1 മുതൽ വരുന്ന ഇതിലെല്ലാം എന്താ പറയുക, ഒരു ഇളവ് പ്രതീക്ഷിക്കാം. അതായത് പുതിയ നിയമപ്രകാരം ഒരുപാട് നല്ല മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ പോയിൻ്റ് തന്നെ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലണ്ടിലൊക്കെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു വാടക കരാർ ഉണ്ടാവും, എല്ലാവർക്കും അറിയാം. അത് ചിലപ്പോൾ ചിലതൊരു ഫിക്സ്ഡ് ടൈം ആയിരിക്കും, ഒന്നുകിൽ 6 മാസമായിരിക്കും, അല്ലെങ്കിൽ 2 വർഷത്തിനായിരിക്കും, അല്ലെങ്കിൽ 3 വർഷത്തിനായിരിക്കും. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ഇത് ഇപ്പോൾ 3 വർഷം കോൺട്രാക്റ്റ് ആണെങ്കിൽ ഓരോ വർഷവും ചിലപ്പോൾ സാലറി റെൻറ്റ് വർദ്ധിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ പുതിയ ഈ 2026 മെയ് 1 മുതൽ നിലവിൽ വന്നിരിക്കുന്ന നിയമപ്രകാരം അങ്ങനെ ഫിക്സഡ് ടൈം കോൺട്രാക്റ്റ് ആയിരിക്കില്ല എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടൊരു വാർത്തയാണ്.